ഇനി പേഴ്സണൽ മോട്ടീവും ഫിനാൻഷ്യൽ മോട്ടീവും കഴിഞ്ഞ് പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഡേവിന്റെ കേസ് പോലെ എനിക്ക് ഒരു 3 സംഭവങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് 2008-9 കാലഘട്ടങ്ങളിൽ HD ഫോട്ടോഗ്രാഫി ഉള്ള സമയത്ത് പല സെലിബ്രിറ്റീസിന്റെ മരണ സമയത്തും പല ഫോട്ടോസും റിലീസായിരുന്നു. ഈ കോഫിൻസിൽ ബോഡി ഉള്ളതും പിന്നെ ഈ മരണാനന്തര ചടങ്ങുകൾക്കിടയിലുള്ള ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസ് നമുക്ക് പല സെലിബ്രിറ്റീസിനെയും കാണാൻ പറ്റും. പക്ഷേ ജാക്സന്റെ സംഭവത്തിൽ മാത്രം ഒരൊറ്റ ക്ലീൻ ഫോട്ടോ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടൂല. അതിനോടൊപ്പം തന്നെ ഞാനൊരു വീഡിയോ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ അനുശോചനം പറയുന്ന സ്പീച്ചിൽ കുറെ ചിരിക്കുന്നു, ചിലവർ പരിഭ്രമം കാണിക്കുന്നു, ഒക്കെ നമുക്കൊരു ഫേക്ക് അടിക്കും അത് കാണുന്ന സമയത്ത്. അത് ഇറ്റ്സ് സ്റ്റിൽ എ വണ്ടർ ഫോർ മീ. കാരണം അകാല മരണമല്ലേ, അതായത് ഒരു 85-90 വയസ്സിന് ശേഷം ഒരു പൂർണ്ണ ജീവിതം നയിച്ചതിന് ശേഷം മരണപ്പെടുകയാണെങ്കിൽ ഓക്കെ, അതൊരു നല്ലൊരു സെൻഡ് ഓഫ് പോലെ കാണിക്കാം. പക്ഷേ ഇതൊരു അകാല മരണത്തിലും ഇവരുടെ സ്പീച്ചും ഇവരുടെ പെരുമാറ്റവും കാണുമ്പോൾ സംതിങ് ഇറ്റ് ഡസൻ ആഡ് അപ്പ് ടു ദ നെറേറ്റീവ്. ഈവൻ നമ്മുടെ സുകുമാരക്കുറുപ്പിന്റെ കേസിൽ വരെ പോലീസ് പറഞ്ഞ ഓർമ്മയുണ്ടോ, വീട്ടിലെത്തിയ സമയത്ത് ഒരിക്കലും ഒരു മരണം നടന്ന വീട് പോലെ തോന്നില്ല എന്നുള്ള. അതേപോലെ ഈ സ്റ്റേജിലുള്ള ഈ ഇവന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു ഇവന്റ് ആയിട്ട് നമുക്ക് തോന്നൂല കാണുന്ന സമയത്ത്. ഇനി ഇതെല്ലാം മായ്ച്ചു കളഞ്ഞാലും ഈ 2009 മുതൽ ഈ സംഭവത്തിന്റെ പല അനാലിസിസും യൂട്യൂബിലായാലും ശരി, റെഡിറ്റ് നോട്ട്സ് ആയാലും ശരി, റൈറ്റപ്സ് ആയാലും ശരി, ഈവൻ ദർ വാസ് വൺ സിംഗിൾ വെബ്സൈറ്റ് റിലേറ്റഡ് ടു ദിസ്. ഈ ഫാൻസ് എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങിയൊരു സംഭവമായിരുന്നു. അതിൽ ഈ പറയുന്ന ഫാക്ച്വൽ ഡേറ്റാസ്, ടൈംസ്, ഓർമ്മയുണ്ടോ ഈ ആ എയർപോർട്ടിൽ നിന്ന് അൺചാർട്ട് ചെയ്ത ഒരു വിമാനം ആ സമയത്ത് പറന്നു വരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഫാക്സ് വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും കാണാനില്ല. കാരണം യൂട്യൂബിലായാലും ശരി എന്തൊക്കെ കോൺസ്പിറസി തിയറീസ് നമ്മൾ ചുറ്റും കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാറുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല, അവിടെ എങ്ങനെ കിടക്കും അത്. കാരണം ഇറ്റ്സ് ജസ്റ്റ് ടൈം പാസ് പോലെ അതിനെ കാണാറുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ആര് സംസാരിച്ചാലും യൂട്യൂബിലായാലും ശരി ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ആവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഈ വീഡിയോ ഈ മോട്ടീവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നെറ്റിൽ പഴയ ഡാറ്റാസ് ഒക്കെ നോക്കിയ സമയത്ത് റീസെന്റ് ആയിട്ടുള്ള 3 മാസം മുമ്പ് 4 മാസം മുമ്പുള്ള റെഡിറ്റ് പോസ്റ്റുകളും പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. 10 വർഷം 12 വർഷം മുമ്പുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ വെബ്സൈറ്റേ ഇപ്പോൾ കാണാനില്ല. ഇതിൽ ഒരു കഥയില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ റിമൂവ് ചെയ്യണം? കാരണം ഇവരൊക്കെ എന്തൊക്കെയോ പറയാണ്, ഇതിൽ വലിയ സത്യമില്ല. ദെൻ വൈ ഷുഡ് ബി കെയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരില്ലേ? അതൊരു ബേസിക് സൈക്കോളജി അല്ലേ? നമുക്കൊന്നും ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ വൈ ആർ വി ഗെറ്റിംഗ് എഫ്രെയ്ഡ്? ഇൻ കേസ് ഇത് ഒറിജിനൽ ആണെങ്കിൽ തന്നെ, ഈ കോൺസ്പിറസി തിയറി ഒറിജിനൽ ആണെങ്കിൽ തന്നെ അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മേ ബി ഇത് പ്ലാൻ ചെയ്തത് MJ ആവാം, ബട്ട് സ്റ്റിൽ ഒരു ലൈവ് ടെലികാസ്റ്റിൽ വന്ന് അദ്ദേഹം റിസ്ക് എടുക്കൂല. സോ മേ ബി ദ പീപ്പിൾ ബിഹൈൻഡ് ദിസ് ഹോൾ ഇവന്റ് മൈറ്റ് ഹാവ് ഡൺ ദിസ് ഓൺ പേർപ്പസ്. ജനങ്ങളെ കാണിക്കാനും അദ്ദേഹം എവിടെയോ പീസ്ഫുള്ളി ഹിഡൻ ഐഡന്റിറ്റിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു പ്രതീതി വരുത്തി തീർക്കാനും. അത് കഴിഞ്ഞ് വകവരുത്തിയാലും ആംഗിൾ എപ്പോഴും മൈക്കിൾ ഡെത്ത് ഫേക്ക് ചെയ്തു എന്ന ആംഗിളിൽ പോലെ പോവുള്ളൂ ഈ കോൺസ്പിറസി തിയറി. സോ അങ്ങനെ ഒരു സ്കൂൾ ഓഫ് തോട്ടും കൂടി ഈ വിഷയത്തിലുണ്ട്. വൈ ദിസ് തോട്ട്? കാരണം അതിനുശേഷം ഒരൊറ്റ സൈറ്റിംഗ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സാഡ് തിങ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആഡപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് അന്നേ ദിവസം മരണപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.